ഇപ്പോൾ ഈ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ നേതാവായ റോണി കെ ബേബി ചേരുകയാണ്. ശ്രീ റോണി, എങ്ങനെയാണിത്? കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ്. കോൺഗ്രസ്സിന് വലിയൊരു തിരിച്ചുവരവിന് ഊർജം പകരുന്നതായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പ് ഫലം? ഇന്ന് വരാൻ പോകുന്ന ഹരിയാന, ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ഉണ്ടായിരുന്ന ആ ഒരു മൂഡ്, ആ ജനങ്ങളുടെ ഒരു വികാരം, അത് ശക്തമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രചരണ രംഗങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഫീല്, ഞങ്ങളുടെ നേതൃത്വത്തിന് കിട്ടിയ ഒരു ഫീലിംഗ് അങ്ങനെയാണ്. ഹരിയാനയിലും ജമ്മു കാശ്മീരും, കാരണം അവിടെ ഉള്ള ജനകീയ വിഷയങ്ങൾ കൃത്യമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹരിയാനയിൽ തന്നെ, കാരണം നമ്മൾ ഒരു കടുത്ത ഒരു ഭരണവിരുദ്ധ വികാരമാണ് ഇത്. കഴിഞ്ഞ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്കറിയാം ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പില് BJP വലിയ ആധിപത്യം നേടിയെങ്കിലും തൊട്ടടുത്ത് വന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തില് കോൺഗ്രസും BJPയും ഒപ്പത്തിനൊപ്പം തന്നെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവസാനം നമുക്കറിയാം BJP ഒരു നേരിയ മേൽക്കൈ, അവർക്ക് സ്വന്തമായ ഭൂരിപക്ഷം പോലും ഉണ്ടായില്ല. മനോഹർലാൽ ഖട്ടർ ഗവൺമെന്റ് വലിയ ജനകീയമാണെന്നൊക്കെ BJP അവകാശപ്പെട്ടു. പക്ഷേ അവർക്ക് സ്വന്തമായ ഒരു ഭൂരിപക്ഷം പോലും തയ്ക്കാനായിട്ട് കഴിഞ്ഞില്ല. അവസാനം JJPയുടെ 9-10 MLA പിന്തുണയോട് കൂടിയാണ് BJP അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കിയത്. കോൺഗ്രസ് ശക്തമായി തന്നെ ഒരു 31 സീറ്റ് നേടി തന്നെ കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ രംഗത്ത് എത്തിയിരുന്നു. കോൺഗ്രസിന് ശക്തമായ ഒരു സംഘടനാ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന. അപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടു 5 ലോക്സഭാ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് ജയിക്കുന്ന സാഹചര്യം കണ്ടു. 55ഓളം നിയമസഭാ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 60-ൽ മുകളിലേക്ക് സീറ്റിൽ കുറയാതെ നേടി ഹരിയാനയിൽ ഞങ്ങൾ അധികാരത്തിൽ വരും. കാരണം അവിടുത്തെ നമുക്കറിയാം കർഷക പ്രശ്നങ്ങള്, കുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങള്, അഗ്നിവീറുകളുടെ പ്രശ്നങ്ങള്. അപ്പൊ അല്ലാണ്ട് നമ്മളവിടെ ഒരു ജാതി കോമ്പിനേഷൻ ഒന്നുമല്ല കോൺഗ്രസ് വിശ്വസിക്കുന്നത്. അവിടുത്തെ ജനകീയ വിഷയങ്ങൾ കൃത്യമായി തന്നെ അത് കൊണ്ടുവരാൻ വേണ്ടി, അതുകൊണ്ടാണല്ലോ വിനേഷ് ഗോഹട്ടിനെ പോലെയുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് അവിടെ മത്സരിപ്പിക്കുന്നത്. കാരണം വളരെ കൃത്യമായ സന്ദേശമാണ്. കാരണം കോൺഗ്രസ് അവിടെ സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങൾക്കൊപ്പമുണ്ട്, അവരുടെ വിഷയങ്ങൾക്കൊപ്പമുണ്ട്. ഇനിയും ജമ്മു കാശ്മീരിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ജമ്മു കാശ്മീരില് മറ്റ് വിഷയങ്ങളൊക്കെ അവിടെ അപ്രസക്തമാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന കാശ്മീരിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 പ്രകാരം അവർക്ക് സ്വയംഭരണം. നമുക്കറിയാം 1947 ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം മറ്റു പ്രദേശങ്ങളെല്ലാം സ്വമേധയാ ഇന്ത്യൻ യൂണിയൻ ലയിച്ചപ്പോൾ നമ്മൾ കാശ്മീരുമായി ഒരു ഉടമ്പടി ഒപ്പുവെച്ച് ട്രീറ്റി ഓഫ് അക്സഷൻ, അന്ന് പാകിസ്ഥാനും ഒക്കെയായി ചേരുവാനായിട്ട് വലിയ വികാരം ഉണ്ടായപ്പോഴും ഷെയ്ഖ് അബ്ദുള്ളയൊക്കെ പോലെയുള്ള ജനകീയ നേതാക്കൾ അവരെ ഇന്ത്യയെ വിശ്വസിച്ച്, ഇന്ത്യൻ നേതൃത്വത്തെ വിശ്വസിച്ച്, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ വിശ്വസിച്ച് നമ്മളോടൊപ്പം നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് നമ്മൾ അവർക്ക് കൊടുത്ത ഒരു വാഗ്ദാനമാണ്, നിങ്ങളുടെ സ്വയംഭരണം നമ്മൾ സംരക്ഷിച്ചിരിക്കും. നമ്മൾ ആർട്ടിക്കിൾ 370 അവർക്ക് സ്വയംഭരണം ഉറപ്പു നൽകി. പക്ഷെ അമിത്ഷാ ഒരു ബസ് ടിക്കറ്റിന്റെ പോലും മുഴുപ്പില്ലാത്ത ഒരു പീസ് ഓഫ് പേപ്പർ അതുമായി രാജ്യസഭയിൽ വന്നിട്ട് അദ്ദേഹം ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നു കാശ്മീരിന് സ്വയംഭരണം റദ്ദ് ചെയ്തുകൊണ്ട്. സുപ്രീം കോടതിയിൽ കേസ് നമ്മൾ കണ്ടു. സുപ്രീം കോടതി തന്നെ ഉന്നയിക്കപ്പെട്ട ഗുരുതരമായ ഭരണഘടനാ വിഷയങ്ങൾ പ്രസക്തമാണെന്ന് സുപ്രീം കോടതി തന്നെ പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ജമ്മു കാശ്മീരിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് കാശ്മീരിന്റെ സ്വയംഭരണം. അവിടെ കോൺഗ്രസ് വളരെ കൃത്യമായി തന്നെ അവിടെ കാശ്മീരിലെ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ സംസ്ഥാന പദവി നമ്മൾ തിരിച്ചു നൽകും എന്ന് കൃത്യമായി വാഗ്ദാനം നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്, സംസ്ഥാന പദവി തിരിച്ചു നൽകും. പക്ഷേ സ്വയംഭരണാവകാശം പുനഃസ്ഥാപിക്കുമോ? അതിന് മറുപടി പറയുന്നില്ല. തീർച്ചയായിട്ടും അല്ല അതിന്റെ ആദ്യ ചുവട് എന്ന് പറയുന്നത് സംസ്ഥാന പദവി ആണ്. ആദ്യത്തെ ചുവടതാണല്ലോ സംസ്ഥാന പദവി റീഇൻസ്റ്റേറ്റ് ചെയ്യുക. സ്വയംഭരണം പുനഃസ്ഥാപിക്കുക എന്നാണ്. അത് ആ വിഷയത്തിൽ ഒരു നിലപാടില്ല കോൺഗ്രസിന്, അതല്ലേ വിഷയം? അല്ല അതിന്റെ കൃത്യമായ നിലപാടാണ്. കാരണം നമ്മൾ 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയിൽ കൊടുത്ത ഒരു 370 അല്ലല്ലോ. കാരണം ഈ 50-60 വർഷത്തിന് ശേഷം അതിനകത്ത് തന്നെ ഒരുപാട് തരത്തിലുള്ള ലാപ്സുകൾ ഉണ്ടായി. ഒരുപാട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒത്തിരി അവരുടെ സ്വയംഭരണത്തിലൊക്കെ വെട്ടിക്കുറവുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ഒരു രണ്ടാമത്, അല്ലാണ്ട് നമ്മളത് പഴയ രീതിയിലുള്ള ഒരു സ്വയംഭരണത്തിന് പുനഃസ്ഥാപിക്കലല്ല. കാരണം അത് വാക്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനി കാശ്മീരിലെ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് ഒരു വിഷയം എന്തെന്നാല് കാശ്മീരിന്റെ പ്രത്യേക അവകാശം പൂർണ്ണമായും പിൻവലിക്കുക എന്നത് RSSന്റെയും BJPയുടെ ഒരു അജണ്ടയാണ്. ആ അജണ്ടയാണ് അവർ നടപ്പിലാക്കിയത്.
ആ അജണ്ടയ്ക്ക് പിന്നാലെ കോൺഗ്രസ് പോകുന്നു. തീർച്ചയായിട്ടും. കാരണം അതല്ല അതിന്റെ വിഷയം. കാരണം BJP ആ അജണ്ടയ്ക്കൊപ്പം കോൺഗ്രസ് നീങ്ങുന്നു. അതിനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് നേതാക്കളോ ഒന്നും തന്നെ എതിർക്കാൻ തയ്യാറായിട്ടില്ല. അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പ്രത്യേക അവകാശം പുനഃസ്ഥാപിക്കുമെന്ന് പറയാൻ തയ്യാറായിട്ടില്ല. ആ വിഷയത്തിൽ BJPക്ക് സമാനമായ നിലപാടാണ് കോൺഗ്രസിന്. അതല്ലേ വിഷയം? അല്ല. കാരണം ഇപ്പൊ കാശ്മീരിലെ ജനങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് അവരുടെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. കാരണം സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ചിട്ട് വേണമല്ലോ. കാരണം നമുക്ക് അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാരുമായി അതിൽ നമുക്കറിയാം ഇപ്പൊ അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. നമ്മൾ ആരോട് നെഗോഷിയേറ്റ് ചെയ്യും, ആരോട് ചർച്ച ചെയ്യും? അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട പ്രശ്നം.